നമ്മളുടെയൊക്കെ കയ്യിൽ അധികം ഉപയോഗിക്കാത്ത പക്ഷെ നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും വീട്ടിലൊക്കെ. അപ്പോൾ അത് നമുക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് അത് വളരെ മിതമായ വിലയ്ക്ക് ആളുകൾക്ക് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ നമുക്ക് ചാരിറ്റി ആയിട്ടുള്ള നല്ല ഒരു ഓർഗനൈസേഷൻസിനും ഇൻഡിവിജ്വൽസിനും വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന, ഉപയോഗിക്കാതെ മാറ്റിവെച്ച പഴയ സാധനങ്ങളുണ്ടോ? വസ്ത്രങ്ങളാകാം, പാത്രങ്ങളാകാം, പുസ്തകങ്ങളാകാം, ചെരുപ്പ്, അങ്ങനെ എന്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കടയിലേക്ക് കൊണ്ടുവരാം. ഇവർ പറഞ്ഞതുപോലെ വിൽപ്പന നടത്തി കിട്ടുന്ന തുക പാവപ്പെട്ടവരെ സഹായിക്കാനായി മാറ്റിവെക്കും. കടയെക്കുറിച്ചറിഞ്ഞ് സൗജന്യമായി ലഭിച്ച സാധനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, ഭിന്നശേഷിക്കാരെ സഹായിക്കാനായി അവർ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ, കുടകൾ എന്നിവയും ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. പഴയ സാധനങ്ങൾക്ക് പുറമെ വില കൊടുത്തു വാങ്ങിയവയുമുണ്ട്. അതെ, കുറേ ഡൊണേഷൻ കിട്ടിയത് നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കൺസെപ്റ്റാണ്. അവർ അതുകൊണ്ട് ഇഷ്ടത്തോടെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ചിലവർ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡൊണേറ്റ് ചെയ്തവരും ഉണ്ട്. ഷോപ്പ് കമ്പാഷൻ എന്ന പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചാണ് പ്രവർത്തനം. സാധനങ്ങളുടെ വിൽപ്പന മാത്രമല്ല, വൈഫൈ സൗകര്യത്തോടെ കോവർക്കിംഗ് സ്പേസ്, ചെറിയ മീറ്റിംഗ് സ്പേസ് എന്നിവയും ഇവിടെയുണ്ട്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 8 സ്ത്രീകളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. നല്ല പ്രതികരണമാണ് ഈ ആശയത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ടുതന്നെ രണ്ടാമതൊരു കട കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ.